ഇന്ന് ഞാൻ നിങ്ങളോട് കാണിക്കാൻ പോകുന്നത് എൻ്റെ SBI PO പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. സോ ഓൾറെഡി നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനൊരു ടാർഗറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു PO ബാച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഞാൻ ഡെയിലി ടാർഗറ്റ്സ് ആയിട്ട് ഇടുന്നത്, അത് തന്നെയാണ് ഞാനും പഠിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലെ ഡെയിലി ടാർഗറ്റ്സ് ആയിരുന്നു ഇതൊക്കെ. ഇപ്പോൾ കംപ്ലീറ്റ്ലി പ്രിലിംസ് ബേസ്ഡ് ആണ് ടാർഗറ്റ്സ് ഒക്കെ പോകുന്നത്, പ്ലസ് കറണ്ട് അഫയേഴ്സ് മാത്രമാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ടോപ്പിക് ടെസ്റ്റ് ഗൈഡിൽ നിന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് ആദ്യം ചെയ്തത്. ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റിസൾട്ടാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് RC ആണ് അടുത്തത് ഞാൻ ചെയ്യുന്നത്. സോ അതുപോലെ ഞാൻ ഓരോന്നിൻ്റെയും പ്രിലിംസ് ബേസ്ഡ് ടോപ്പിക് ടെസ്റ്റുകളാണ് ചെയ്യാറുള്ളത്. ഇത്രയും ടോപ്പിക് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്പീഡ് ആൻഡ് ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ സിംപ്ലിഫിക്കേഷൻ ആണെങ്കിലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിലും അങ്ങനെ ഒരു ഒരു 20 to 50 ക്വസ്റ്റ്യൻസ് ഒക്കെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ആക്യുറസിയും സ്പീഡും ഇമ്പ്രൂവ് ചെയ്യാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് വൈസ് ബണ്ടിൽ കോഴ്സിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. സോ നിങ്ങൾക്കും ഇതുപോലെ സ്പീഡിലൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ടോപ്പിക് ഗൈഡിൽ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലുമൊക്കെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെയും ആ ഒരു സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ഈ ഒരു സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതും ഈ ഒരു ബണ്ടിലിൽ നിന്നാണ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെയെന്ന് പറയുന്നത് ഒരു 20 ക്വസ്റ്റ്യൻ 50 ക്വസ്റ്റ്യൻ ആ ഒരു റേഞ്ചിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഉള്ള ആ ഒരു മടുപ്പ് നമുക്ക് ഫീൽ ചെയ്യുകയില്ല. അതുപോലെ ടൈമർ ബേസ്ഡും കൂടെ ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം പവർ പാക്ഡ് ആയിട്ടായിരിക്കും ആ ഒരു സെഷൻ പോകുന്നത്. ഇങ്ങനെ ക്വാൺസ്, ഇംഗ്ലീഷ്, റീസണിങ് പ്ലസ് കറണ്ട് അഫയേഴ്സ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഒരു ഡേയിൽ പഠിക്കാറുള്ളത്. ഓൾമോസ്റ്റ് ഒരു 6 അവേഴ്സിൻ്റെ ഒരു ടൈം വെച്ചിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ഒരു SBI PO പ്രിലിംസിൻ്റെ ഫുൾ ലെങ്ത് മോക്ക് എടുത്തു. SBI PO പ്രിലിംസിൻ്റെ ഫുൾ ലെങ്ത് മോക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സെക്ഷണൽ ടെസ്റ്റുമാണ് ഇന്ന് എക്സാം ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യം ഞാൻ PO പ്രിലിംസിൻ്റെ ഒരു മോക്കാണ് എടുത്തത്. ആൻഡ് ആ ഒരു മോക്കിൽ എൻ്റെ സ്കോർ എന്ന് പറയുന്നത് എൻ്റെ സ്കോറാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. 73.75 ആണ് എനിക്ക് കിട്ടിയ മാർക്സ് എന്ന് പറയുന്നത്. 19th മോക്കായിരുന്നു ചെയ്തത്. അത്യാവശ്യം ഒരു ഡുവബിൾ ആയിട്ടുള്ള ഒരു മോക്കായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് പോയതെന്ന് പറയുന്നത് ഇംഗ്ലീഷിനായിരുന്നു. 13 അടുത്താണ് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നത്. സോ അത് ഏതൊക്കെയാണ് തെറ്റിയതെന്നും അതുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അനലൈസ് ചെയ്തു. നമ്മൾ എത്ര മോക്ക് എടുത്താലും അത് അനലൈസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ തെറ്റുകൾ അത് ഏതൊക്കെയാണെന്നുണ്ടെങ്കിലും തെറ്റുകൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആ തെറ്റുകൾ ആവർത്തിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. സോ ഏത് മോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ മോക്കിനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തതെന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും അറിയാം, ഞാൻ ഫോളോ ചെയ്യുന്നത് അഫയേഴ്സ് ക്ലൗഡാണ്. അഫയേഴ്സ് ക്ലൗഡാണ് എനിക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൽ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡെയിലി വീക്ക്ലി ബേസ്ഡ് ആയിട്ടുള്ള PDFs അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിൽ തന്നെ ക്വിസസ് അവൈലബിൾ ആണ്. എന്തുകൊണ്ടും അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് അഫയേഴ്സ് ക്ലൗഡ് എന്ന് പറയുന്നത്. ആൻഡ് എൻ്റെ ഒരു എക്സാം സ്റ്റാർട്ടിങ് മുതൽ, അതായത് ഒരു പ്രിപ്പറേഷൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ അഫയേഴ്സ് ക്ലൗഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എൻ്റെ കോഡായിട്ടുള്ള TMP10 യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 10% ഓഫർ കിട്ടുന്നതായിരിക്കും. ഞാൻ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നത് അഫയേഴ്സ് ക്ലൗഡിൻ്റെ ഡെയിലി PDF പ്ലസ് ക്വിസാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ടെലിഗ്രാമിലൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്വിസസും ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി ബേസിസിൽ കറണ്ട് അഫയേഴ്സ് ഒത്തിരി ഹെക്റ്റിക് ആവാണ്ട് ഫ്രീ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നതായിരിക്കും. കറണ്ട് അഫയേഴ്സ് എപ്പോൾ പഠിച്ചാലും അത് റിവൈസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. സോ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു എക്സാമിന് മുമ്പായിട്ടുള്ള ഒരു 4 മന്ത്സിലെ കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിക്കുക. പഠിച്ചിട്ട് അത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുകയും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ ഒരു സെക്ഷണൽ ടെസ്റ്റാണ്. ഗൈഡിൽ നിന്നാണ് അത് ഫോളോ ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള നല്ലൊരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഡെയിലി ടാർഗറ്റ്സ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുൻപോട്ട് പോകാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും ഉള്ള ദിവസങ്ങളിൽ വളരെ കുറവ് സമയം മാത്രമാണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 1 to 2 ഡേയ്സിനുള്ളിൽ തന്നെ അഡ്മിറ്റ് കാർഡ്സ് ഔട്ടാകും. 1 or 2 ഓഗസ്റ്റിലായിരിക്കും പ്രിലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം സെക്ഷണൽസ്, മാക്സിമം ഫുൾ ലെങ്ത് മോക്സും എടുക്കുക. ഫുൾ ലെങ്ത് മോക്ക് 1 അല്ലെങ്കിൽ മാക്സിമം 2, അതിൽ കൂടുതൽ എടുക്കേണ്ട. അതിന് അല്ലാതെ ബാക്കിയുള്ള
പ്രിലിംസിൻ്റെ സിംപ്ലിഫിക്കേഷൻ, അതുപോലെ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അതല്ലാതെ ഒത്തിരി മോക്സ് എടുത്ത് വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആണെങ്കിലും ഇപ്പോൾ ഒരു 1 മോക്കാണ് ഫുൾ ലെങ്ത് എടുക്കുന്നത്, പ്ലസ് 1 സെക്ഷണൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വരുന്ന നമ്മളുടെ അരിത്തമെറ്റിക് പോർഷൻസ് ആണെങ്കിലും പസിൽസ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലാണ്ട് ടോപ്പിക് വൈസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാറാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ബാലൻസ്ഡ് ലെവലിൽ പഠിച്ചു പോകാൻ പറ്റും. ഒത്തിരി ഓവർ ആങ്സൈറ്റിയോടുകൂടി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കാമായിട്ട് തന്നെ പഠിക്കുക. നമ്മൾ അത്രയും കാമായിട്ട് പഠിച്ചു പോകുമ്പോൾ അത്ര കാമായിട്ട് തന്നെ എക്സാം അറ്റംപ്റ്റ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഇനി ഒരു എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് ഔട്ട് ആകുമ്പോൾ ആ ഒരു എക്സാമിൻ്റെ ടൈം എപ്പോഴാണോ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആ ടൈമിൽ മോക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ടൈമിലത്തേക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആവുന്നതായിരിക്കും. സോ ഇത്രയുമാണ് ഇന്നത്തെ എൻ്റെ ആ ഒരു സ്റ്റഡി റുട്ടീൻ നിങ്ങളുമായിട്ട് ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.